എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡാഷ് ക്യാമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം. ഡാഷ് ക്യാം നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വാഹനം ഓടിക്കുന്നവർക്ക് നിർബന്ധമായും വേണ്ട ഒരു സംഭവം. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് സാർ പറഞ്ഞ പോലെ, നിയമസഭയിൽ പറഞ്ഞ പോലെ ഡാഷ് ക്യാം വെക്കേണ്ട നിർബന്ധമാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഡാഷ് ക്യാം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ലാൻജസ്റ്റർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ കണ്ട് ആ വീഡിയോയിൽ പറയാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഡാഷ് ക്യാം ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാം. നമ്മുടെ ഈ ഡാഷ് ക്യാമിൽ നമുക്ക് ഫ്രണ്ട് എത്ര റെസൊല്യൂഷനാണ് റെക്കോർഡിംഗ് വരുന്നത്? ഫ്രണ്ട് വരുന്നത് നമുക്ക് 4K ആണ് വരുന്നത്. 4K റെസൊല്യൂഷൻ വരുന്നത്. റിയർ വരുന്നത് നമുക്ക് 2K ആണ് വരുന്നത്. 2K റെസൊല്യൂഷൻ റിയറിൽ വരുന്നുണ്ട്, ഫ്രണ്ടിൽ 4K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉണ്ടാവണ്ട. നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് 1.5 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ ആണല്ലേ സാറേ വരുന്നത്? 1.5. ഇതിന് വാറണ്ടി എങ്ങനെയാണ്? 1 ഇയർ വാറണ്ടി നമുക്ക് വരുന്നത്. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ റെക്കോർഡിംഗ് വിട്ട് എങ്ങനെയാണ് സാധനം വരുന്നത്? 170 ഡിഗ്രി. അപ്പൊ 170 ഡിഗ്രിയിൽ ഇതിന്റെ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് മൊത്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. മൊത്തം കവർ ചെയ്യുന്നത് നമുക്ക് ഫുള്ള് വൈഡ് ആംഗിൾ ആയിട്ട് നമുക്ക് റെക്കോർഡിംഗ് ആവുകയും ചെയ്യും. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫായി എടുക്കുകയാണെങ്കിൽ തന്നെ പാർക്കിങ്ങിന്റെ ഒരു മോഡ് ഉണ്ട്. എന്തെങ്കിലും നമ്മുടെ വണ്ടിക്കുള്ള ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ 30 സെക്കൻഡ് ഫുൾ റെക്കോർഡ് ആയിരിക്കും. ഫ്രണ്ടും ബാക്കും ക്യാമും ഫുള്ള് റെക്കോർഡ് ആയിരിക്കും. അതെ. പിന്നെ നമുക്ക് ഇതിന്റെ വീഡിയോസ് എങ്ങനെ റിട്രീവ് ചെയ്യാൻ പറ്റുക? വീഡിയോസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതില് സ്റ്റോറേജ് ആവുകയും ചെയ്യും. നമ്മള് ബാക്കിൽ കയറി വരുന്നതിനനുസരിച്ച് ആദ്യം കയറി പോയിക്കൊണ്ടിരിക്കും. ലൂപ്പ് റെക്കോർഡിങ്. അതേപോലെ തന്നെ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫോണിന്റെ വൈഫൈ കണക്ടിവിറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓൺലി നെറ്റ് വൈഫൈ അല്ല, ഫോൺ കണക്ടിവിറ്റി. കണക്ടിവിറ്റി തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. റെക്കോർഡ് ആണെന്ന് ഫോണിൽ കാണാൻ പറ്റും. പിന്നെ അതിലത്തെ നമ്മൾ വിഷ്വൽ ഏതൊക്കെ റെക്കോർഡ് ആയിട്ടുള്ള അത് ഫുള്ള് നമുക്ക് ഫോണിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടി നല്ല ബെറ്റർ ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റ് ആണ്. അതെ. അപ്പൊ നമുക്ക് ഡാഷ് ക്യാം വെക്കണതിന്റെ ആവശ്യകത, എല്ലാവർക്കും ഡാഷ് ക്യാം വെക്കണം എന്നുള്ളൊരു ആവശ്യകതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഫ്രണ്ടും ബാക്കും ഡാഷ് ക്യാം ഉള്ളതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലാത്ത കുറ്റങ്ങളും പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് അതിന്റെ ഡീറ്റെയിലും നമുക്ക് കറക്റ്റ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിയും കൂടിയാണ്. പിന്നെ നമുക്കറിയേണ്ടത്, കൂടുതൽ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വയറിങ് പുറമേക്ക് കാണുമോ, അതിങ്ങനെ ഒരു ബോറായി നിൽക്കുമോ എന്നുള്ളതൊക്കെയാണ്. വയറിങ് ജസ്റ്റ് നമുക്ക് ഈ സ്ക്രീനിൽ വരുന്നത് മാത്രമാണ് നമ്മുടെ ഇതിൽ കിട്ടുള്ളൂ. ബാക്കി ഫുള്ള് കൺസീൽഡ് ആണ്. മൊത്തം അത് ഉള്ളിലേക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആണ്. ബെറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ പുറത്ത് വയർ കണ്ടു എന്ന് പറഞ്ഞുള്ള പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുള്ള് കൺസീൽഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫുള്ള് വയറിങ് പോണ റൂഫിൽ കൂടെ തന്നെ പോയിരിക്കണം. അപ്പൊ നമ്മുടെ കണക്ഷൻ വരുന്ന എവിടേക്കാണ്? നമ്മൾ സിഗരറ്റ് ലൈറ്ററിന്റെ സോക്കറ്റ് വെറുതെ കൺസ്യൂം ചെയ്തു അല്ല, ഇതിന്റെ കണക്ഷൻ വരുന്നത് നമുക്ക് ഫ്യൂസ് ബോക്സിൽ ഫ്യൂസ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഫ്യൂസിലേക്കാണ് കണക്ഷൻ വരുന്നത്. വണ്ടികളിലെ മറ്റുള്ള ഫ്യൂസും കാര്യങ്ങളായിട്ടുള്ള ഇതായിട്ട് ഒരു കണക്റ്റഡ് അല്ല, റിലേറ്റഡ് അല്ല. ഇത് നമുക്ക് വാറണ്ടി ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോ ബെറ്റർ ആണ്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ സാധാരണ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന ഡാഷ് ക്യാംസിലെ നമ്മുടെ ആ സിഗരറ്റ് ലൈറ്ററിന്റെ സോക്കറ്റ് കൺസ്യൂം ചെയ്ത് പോകും. അപ്പൊ പിന്നെ നമുക്ക് ആ സിഗരറ്റ് ലൈറ്റർ സോക്കറ്റ് വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. യൂസ് ചെയ്യാനും പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് കിട്ടില്ല. നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിഗരറ്റ് ലൈറ്ററിലേക്കുള്ള സപ്ലൈ പോയി കഴിഞ്ഞാൽ ഡാഷ് ക്യാം പോയി. ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് അടക്കം വരുന്നുണ്ട്. മെമ്മറി ബാക്കപ്പ് അടക്കം വരുന്നതുകൊണ്ടാണ് നമുക്ക് പാർക്കിങ്ങിൽ നമുക്ക് റെക്കോർഡിങ്ങിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. പാർക്കിംഗ് നമ്മുടെ വണ്ടി ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും വന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പാക്ട് സംഭവിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 30 സെക്കൻഡ് ക്യാമ ഓൺ ആയിട്ട് ഫ്രണ്ടും ബാക്കും റെക്കോർഡായിട്ട് അതൊരു സേഫ് ആയിട്ടുള്ള ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കറിലേക്ക് അത് ആഡ് ആവും. ഓക്കെ, താങ്ക് യു സാറേ. താങ്ക് യു.